വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ ആകെ വരുന്ന വിവരങ്ങൾ ജനങ്ങൾ വോട്ടർമാർ തെരഞ്ഞെടുപ്പിനെ നല്ല നിലയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇവിടെ ഞാൻ വോട്ട് ചെയ്ത 232-ാം ബൂത്തിൽ സ്ത്രീകളുടെ നീണ്ട ക്യൂ ആണ്. പുരുഷന്മാരുടെ ക്യൂ അത്രയില്ല. അപ്പോൾ സ്ത്രീകൾ വളരെ സജീവമായി അണിനിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനാനുഭവങ്ങൾ ഈ നാടിന് മുമ്പിലുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജനങ്ങൾ പ്രതികരിച്ചു എന്നതും നാടിൻ്റെ മുമ്പിലുണ്ട്. കേരളത്തിലെ എല്ലാ വികസന വളർച്ചയുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ആകെ നേട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണ തുടർച്ച അവിടെ പ്രകടമാകും. അത്തരമൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ നേട്ടം കൈവരിക്കും എന്നതാണ് ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ഉയർന്നു വന്നിട്ടുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലും വലിയ തോതിൽ നേട്ടം കൈവരിക്കും. ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല, വികസന മുരടിപ്പാണ് ഇവിടെ ഉള്ളത് എന്ന് വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രചാരവേല നടന്നു. ഈ പ്രചാരവേല നടത്തിയവർ അവർ നടന്നു പോകുന്നതും വാഹനത്തിൽ പോകുന്നതുമെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൈവരിച്ച വികസന നേട്ടങ്ങളിലൂടെയാണ്. അതാണ് യാഥാർത്ഥ്യം. ഈ അനുഭവം ജനങ്ങളിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നതിനുള്ള ചില നീക്കങ്ങൾ കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട്. അതിനെതിരെ മതനിരപേക്ഷ നിലപാടുയർത്തി നല്ല ഐക്യം ഉയർത്തിക്കൊണ്ടുവരിക എന്ന പൊതുബോധമാണ് കേരളത്തിലെ ജനങ്ങളാകെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള വിജയം, പ്രതീക്ഷ എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ നിലയാണ്, അതിൻ്റെ അപ്പുറത്തുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും എന്നതാണ് അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഈ വർഗീയ ധ്രുവീകരണം അടക്കമുള്ള ആരോപണം പേരാമ്പ്രയിൽ ഉണ്ടായിരുന്നു UDF സ്ഥാനാർത്ഥിക്കെതിരെ. അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പരാമർശം നടത്താൻ ഞാൻ തയ്യാറാവുന്നില്ല. പേരാമ്പ്രയിൽ എന്തെല്ലാം ശ്രമങ്ങൾ UDF നടത്തി എന്നുള്ളത് ജനങ്ങൾക്കറിയാം. വർഗീയ ചേരിതിരിവിനും പിന്നെ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനും ജനങ്ങൾ അനുകൂലമല്ല. ജനങ്ങൾ അതിൽ നിന്ന് വേറിട്ട നിലപാട് സ്വീകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പാലക്കാട് വിവാദമൊക്കെ ഒരു ചർച്ചയായിരുന്നു, കോഴ ആരോപണം അടക്കം. പാലക്കാട് പറയട്ടെ, നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഔദ്യോഗികമായൊരു നിലപാട് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. പാലക്കാട് LDF ഉണ്ട്, പാലക്കാട് എല്ലാ സംവിധാനമുണ്ട്, അവർ അത് സംബന്ധിച്ച് പ്രതികരിക്കും. കോഴിക്കോട് ജില്ലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലം പറയാം. ഞാൻ സ്റ്റേറ്റാകെ പറയാൻ ബാധ്യതപ്പെട്ട ആളാണ്. പക്ഷേ ഞാൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ കേന്ദ്രീകരിച്ച് നിന്നതുകൊണ്ട് എനിക്ക് എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നായിരുന്നു കേരളത്തിൽ നിന്ന് പൊതുവെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും. 2016 നിന്ന് 2021 എത്തി. 2021 ഒരു തുടർച്ച അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും എന്നുള്ളതാണ് പൊതുവെ ജില്ലകളിൽ നിന്നുള്ള വിവരം. എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, അവൻ എണ്ണിയതിന് ശേഷം പറയാം. ജനങ്ങളല്ലേ വിധികർത്താക്കൾ.
ആ ജനങ്ങളുടെ വിധിയെ നമ്മൾ മാനിക്കണം. ഇപ്പം വോട്ടിംഗ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ 4-ാം തീയതി വരെ കാത്തിരിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അല്ല, അത് ഞാനിപ്പോൾ പറയുന്നില്ല. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. പേരാമ്പ്രയിൽ 2001 ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് 2400 വോട്ടോ മറ്റോ ആണ് ഭൂരിപക്ഷം. പിന്നെ 10 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. 2016 4400 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 22,000 ഭൂരിപക്ഷം ഉണ്ടായി. അത് LDF ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണത്തിനുള്ള ഒരു അംഗീകാരത്തിൻ്റെയും കൂടിയും ഭാഗമായി വന്നതാണ്. ഞാൻ ഇവിടെയുള്ള പേരാമ്പ്രയിലെ വികസനത്തിൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നല്ല നിലയിൽ നിറവേറ്റിയിട്ടുണ്ട്. അത് വെറുതെ പറയുന്നല്ല, ജനങ്ങളുടെ അനുഭവമാണ്. ആ അനുഭവമുള്ള ജനങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാം. എന്തായിരുന്നാലും ജയം ഉറപ്പാണ്.